വർഷങ്ങൾക്ക് ശേഷം സിനിമ, വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒരുമിച്ചുള്ള സദ്യ. വിഷുവിന് ഓണത്തിനല്ലേ? കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സദ്യ. ലൊക്കേഷൻ ഷൂട്ടിങ്ങിനായിരുന്നു. അവിടെ ഞാൻ വന്നത്. അത് ഞാൻ ഇടയ്ക്കൊരു പടം എഴുതിയായിരുന്നു, കോപ്പങ്കിൾ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സംഭവിച്ചോ? ഇടയ്ക്കൊരു പടം എഴുതി. അത് ഷൂട്ട് ചെയ്ത് അതിന്റെ വീഡിയോ എടുത്തിട്ട് ഷൂട്ട് ചെയ്തു കസേര കളിയൊക്കെ. അപ്പൊ അത് കണ്ടിട്ട് ഏട്ടൻ വിളിച്ചിട്ട് തടി കുറഞ്ഞില്ലല്ലോ എന്ന് വിളിച്ച് പ്രശ്നമായി. അങ്ങനെ എന്നെ പടത്തിൽ നിന്ന് മാറ്റാനിരുന്നതാ ഈ വീഡിയോ കാരണം. ഞാൻ കാരണം ഈ വിഷു എപ്പോഴും ലൊക്കേഷനൊക്കെ ആയിരിക്കും. നിങ്ങളൊക്കെ അപൂർവമായിട്ടായിരിക്കും വിഷു ഓണത്തിനൊക്കെ വീട്ടിലെത്തുന്നത് അല്ലേ? ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ ആയിരിക്കില്ലേ? ഇതിപ്പോൾ ഈ ഒരു സിനിമയുടെ വിജയവും നാട്ടിലുണ്ടായിരുന്നുണ്ടല്ലോ ഇങ്ങനെ ഒത്തുകൂടാൻ പറ്റിയ. കഴിഞ്ഞ മുമ്പത്തെ വർഷമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഈ വിഷുവിനാണ് എത്തിയിരുന്നത് അല്ലേ? കൈനീട്ടം തന്നോ അച്ഛൻ? വിഷു കൈനീട്ടം തന്നോ? എടുത്തു വെച്ചിട്ടുണ്ടോ? എനിക്ക് തരുമോ? എനിക്ക് വിഷു കൈനീട്ടം തരുമോ? എന്റെ മകനാണ്. കൈനീട്ടം ആർക്കും കൊടുക്കാലോ. എനിക്ക് വിഷു കൈനീട്ടം തരുമ്പോ ഞാൻ എന്റെ പെരുന്നാൾപ്പൊടി ഒന്ന് തരും. എന്റെ പെരുന്നാൾ കഴിഞ്ഞ ദിവസമല്ലായിരുന്നു. അപ്പൊ നമ്മളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ അല്ലേ? ഓ അത് കറക്റ്റ് മനസ്സിലല്ല പറയണത്. ഇന്നലെ സിനിമ കണ്ടിട്ട് ഓക്കെ അല്ലേ? രാത്രി ആ സിനിമയെ കുറിച്ച് ചിന്തിച്ചോ? കാണണ്ടിയിരുന്നില്ലാന്ന് ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചു ഇല്ല. ഈ ഓരോ സിനിമകൾ കഴിയുമ്പോഴേ ശ്രീചേട്ടൻ്റെ കാലത്ത് ഓരോ സിനിമകൾ കഴിയുമ്പോൾ അടുത്ത സിനിമയിലേക്ക് ഒരു തയ്യാറെടുപ്പുണ്ടല്ലോ. സ്ക്രിപ്റ്റിനാണെങ്കിൽ തയ്യാറെടുപ്പുണ്ടായിരുന്നല്ലോ. നിങ്ങൾ പെട്ടെന്ന് സ്ക്രിപ്റ്റ് ഒരു വർഷത്തിന് 3-4 സ്ക്രിപ്റ്റുകൾ എഴുതും അല്ലേ? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് നടക്കുന്നില്ല. അതെങ്ങനെയായിരിക്കും അതിന്റെ ഒരു യാത്ര? എങ്ങനെയായിരുന്നു ശ്രീചേട്ടാ? പ്രധാനമായിട്ട് നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു ഏരിയയിലുള്ള കഥയാണ്. നമ്മൾക്ക് ചിരപരിചിതമായിട്ടുള്ള ഏരിയയിൽ ആയിരിക്കും നമ്മളുടെ കഥകൾ നമ്മൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരാള് നമ്മളിപ്പോൾ ചിന്തിക്കുന്ന സത്യത്തിൽ നമ്മളെപ്പോലെ തന്നെ കള്ളം ചുറ്റുപാടുകൾ വളർന്നവരാണ്. പുള്ളിക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും, പുള്ളി പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവും. അപ്പം ഓരോ രംഗങ്ങളും പെട്ടെന്ന് ഉണ്ടാവും. നമ്മളുടെ TP ബാലഗോപാലിൻ്റെ എം എന്ന് പറയുന്ന സിനിമയുടെ കഥ ഒറ്റ രാത്രിയാണ് ഉണ്ടായത്. ആ വർഷം നല്ല സിനിമകളിൽ ഒന്നായി മാറിയ സിനിമയാണത്. മോഹൻലാലിന് ആദ്യമായിട്ട് ബെസ്റ്റ് ആക്ടർ കിട്ടുന്നത് TP ബാലഗോപാലിൻ്റെ എമ്മയിലാണ്. അതെ, ആ കഥ ഒരു ദിവസം ന്യൂ വുഡ്ലാൻഡ്സ് ചെന്നൈയിൽ ഹോട്ടലില് ഒരു സിംഗിൾ റൂമിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതാണ് സത്യനായിട്ടുള്ള ആദ്യം പടം. ഞാൻ ചെന്നൈയിലെത്തിയപ്പോൾ പുള്ളിയോട് പറഞ്ഞിങ്ങനെ നമുക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം, അത് ഇടതുകാരുടെ ജീവിത സന്ദർഭങ്ങൾ ആയിട്ടുള്ള കഥയായിരിക്കും നമുക്ക് എളുപ്പമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സത്യനോട് പറഞ്ഞു, ഞാനൊരു പിന്നെ
നല്ല എഴുത്തുകാരൊന്നുമല്ല, എനിക്ക് പരിചയമൊന്നുമില്ല എഴുതിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ ഫുൾ ടൈം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഉണ്ടാവും, ഞാൻ ഉണ്ടാവുന്നത്. ടി.കെ. ബാലചന്ദ്രനാണ് പ്രൊഡ്യൂസർ. അന്നത്തെ ഒരു പ്രൊഡ്യൂസറാണ് ടി.കെ. ബാലചന്ദ്രൻ. നടനും കൂടിയാണ്. നാരദനായിട്ടൊക്കെ പല സിനിമയിലും പരിചയമുണ്ട്. നാരായണ എന്നൊക്കെ പറഞ്ഞിട്ട് ടി.കെ. ബാലചന്ദ്രൻ. ടി.കെ. ബീസ് എന്നാണ് പ്രൊഡക്ഷൻ്റെ പേര്. അപ്പം സത്യൻ 2 പടങ്ങളുടെ എഡിറ്റിങ്ങും പിന്നെ ഡബിങ് തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ഫുൾ തിരക്കിലാണ്. എന്നോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാതെ പുള്ളി അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്നെ കൊണ്ട് ആലോചിക്കുന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ ആലോചിച്ചെന്നല്ലാതെ എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഒന്നും ശരിക്ക് മുന്നോട്ട് പോകുന്നില്ല. എൻ്റെ സംശയങ്ങൾ ചോദിക്കാൻ സത്യന് കിട്ടുന്നില്ല. പുള്ളിയെ വർക്കിൻ്റെതറിയോ, ഒരു ദിവസം രാത്രി ഞാൻ വാതിലടച്ച് പുള്ളി കയറി വന്നപ്പോൾ ഇനി നിങ്ങൾ ഇവിടുന്ന് കഥ ശരിയാവാതെ എങ്ങോട്ട് പോവില്ല എന്ന് പറഞ്ഞു. ഒറ്റ രാത്രി കൊണ്ടല്ലേ? ആ ഒറ്റ രാത്രി. ഇത് 86 അല്ലേ? ആണോ? കാരണം ആ വർഷം ആണ് അച്ഛൻ ഏറ്റവും കൂടുതൽ കഥ എഴുതിയിട്ടുള്ളത്. ആ വർഷം എനിക്ക് തോന്നുന്നു ആ വർഷം 86 ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, മഴ പെയ്യുന്ന മദ്ദളം കൊട്ടുന്നു, ഒരു കഥ വരുന്ന ഉണക്കഥ, ഹലോ മൈ ഡിയർ റോങ് നമ്പർ, ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം, സന്മനസ്സുള്ളവർക്ക് സമാധാനം, ടി.പി. ബാലഗോപാലൻ. ഒറ്റ വർഷം 1, 2, 3, 4, 5, 6, 7, 9 പടം, 10 പടം. എല്ലാം സ്ക്രിപ്റ്റും ഉണ്ടല്ലോ ഇല്ലേ? 86 10 പടം എഴുതിയിട്ടുണ്ട്. ഒരു മാസം ഒരെണ്ണം വെച്ച് 10 മാസം 12 മാസം. അപ്പൊ ഇത് ഇറങ്ങുക എഴുതുക അങ്ങനെയായിരുന്നു. അന്നേരം വീട് എടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ സത്യമായിട്ട് എപ്പോഴും പറയുന്ന കാര്യം എന്താ പറഞ്ഞാൽ, ശ്രീനിനെ കൊണ്ട് സ്ഥലം എടുപ്പിക്കണം, എന്നാ പിന്നെ ശ്രീനി വേഗം എഴുതുന്നു. പൈസക്ക് ബുദ്ധിമുട്ടുള്ള ഇല്ലേ? എന്തെങ്കിലും എന്നാ പിന്നെ വീട് വെക്കുന്നുണ്ട്, പൈസക്ക് ബുദ്ധിമുട്ടുള്ള അതുകൊണ്ടാണ് അങ്ങനെ ഇരുന്ന് എഴുതിയത്. അന്നേരല്ല പറയാറുണ്ട്. അപ്പൊ ആ സിനിമകൾ ഇറങ്ങിയ സമയത്താണ് ഈ സ്ഥലമൊക്കെ വാങ്ങുന്നത്. അല്ല ഇതല്ല, ഇത് മറ്റേ പ്രൊഡ്യൂസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മേടിച്ചാന്ന് എനിക്ക് തോന്നുന്നു. 2 പടം പ്രൊഡ്യൂസ് ചെയ്ത പൈസക്ക് മേടിച്ചല്ലേ? പിന്നെ എന്നെ നിർത്തിയത് പ്രൊഡ്യൂസിങ്? വൈകുന്നേരം പൈസ ആയതുകൊണ്ടാണോ? അതുമല്ല, അതിൽ നിന്നാണ് അന്ന് കിട്ടിയ പൈസ കൈ നീട്ടൊക്കെ ഇപ്പോഴും തരുന്നൊക്കെ ബാങ്കിൽ ഇങ്ങനെ കൂട്ടി വെച്ചേക്കാണല്ലേ? ഈ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴാണ് 10 കഥ അല്ലേ, ഒരാൾക്കും കഴിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു ഒരു സിനിമ ഇൻഡസ്ട്രിയിലും. ഏറ്റവും കൂടുതൽ കഥ സ്ക്രിപ്റ്റ് എഴുതിയതാരാ മലയാളത്തിൽ? സാരംഗമണിയായിരിക്കും പുള്ളിയല്ലേ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ്? പുള്ളിയുടെ പേരിലാണോ ഏറ്റവും കൂടുതൽ സ്ക്രിപ്റ്റ് പോകുന്നതെന്ന് എനിക്കറിയില്ല. പുള്ളി 100 മുകളിൽ എഴുതിയിട്ടുണ്ട്. ജയയുടെ എല്ലാ പടങ്ങളിലും പുള്ളി പിന്നിലുള്ള ആളാണ്. എല്ലാ കഥയുടെയും പിന്നിലെ പുള്ളിയാണ്. ശ്രീചേട്ടൻ മൊത്തം കഥ 70ഓളം എഴുതിയിട്ടുണ്ട് അല്ലേ? 70 കഥയാണ്. അല്ല 50ഓളം. അതിൽ കൂടുതലുണ്ടല്ലോ. എന്റെ കണക്കിൽ 50 ഉള്ളൂ. ബാക്കി നിങ്ങളൊന്നും കറക്ഷൻ ചെയ്തിട്ടുണ്ട്.
ഇല്ല, ഇല്ല. അതിനൊന്നും ചെയ്യേണ്ടി വന്നില്ല. ആ. എഴുതാൻ വഴി കമലിന് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അമ്മ ഇപ്പൊ തരാം. ശരിയാവത്തോടെ മാറ്റി വെച്ചിട്ട് ഞാൻ എഴുതിയതാണ് പാവം പാവം കാര്യങ്ങൾ. അത് അവര് ടേബിൾ ശരിയാക്കാൻ എൻ്റെ അടുത്തെടുത്ത് തന്നു. ഞാൻ എഴുതി. അതൊരു യഥാർത്ഥ സംഭവമാണ്. ഞാൻ കോളേജിലുള്ളപ്പോൾ എൻ്റെ കൂട്ടുകാർ കൂടി ചെയ്ത ഒരു കോമാളിത്തരമാണ് എൻ്റെ കഥ. അതിലല്ലേ ആദ്യമായിട്ട് മീശ പഠിക്കുന്നത്? ആ സിനിമയിലാണ്, ആ സിനിമയിലാണ്. അവളെ കാണിക്കാൻ വേണ്ടി. അവളെ കാണി. So inside there's a tissue. Go ഈ get that. 84 ആദ്യം എനിക്കൊന്ന് ഓർഡർ She's asking you to get it from there. Get it from there. അല്ലേ? അത് പിന്നെ ഈ മഴ പെയ്യുന്ന മദ്ദളം കൊട്ടുന്നു, ബോയിങ് ബോയിങ്, പിന്നെ അരം പ്ലസ് അരം കിന്നരം, ഇതിലൊക്കെ പ്രധാന നായകനും പിന്നെ സൈഡിൽ വരുന്ന ആൾക്കാരൊക്കെ പൂവാലന്മാരും മറ്റേ പായനോക്കിയുള്ള. അപ്പൊ ഈ അറിയാവുന്ന പശ്ചാത്തലം വളരെ നമ്മൾ വളറിയാം 3 പേരും. എന്നിട്ട് എന്നാ പറയാ, കോഴികൾ എന്നാ വിളിക്കുക ഇവിടെ ഇപ്പത്തെ. അത് പണ്ട് പൂവാലന്മാരുണ്ടല്ലോ. അപ്പൊ ഈ പൂവാലന്മാരെ പറ്റിയൊക്കെ എഴുതുന്ന സമയത്ത് അന്നത്തെ നിങ്ങളെ കാലത്ത് ഉണ്ടായിരുന്ന അനുഭവങ്ങളാണോ? അതെയോ? ആണ്. കുറച്ചൊക്കെ ഉണ്ടാവും. അല്ല, അന്നേരം പറയാറുണ്ട് കോളേജില് ഉള്ള അങ്ങനെ അമ്മേനെ ഞാനൊന്നും ഇല്ല അന്നേരം കോളേജിൽ പഠിക്കുമ്പോ. അഭിനയത്തിന് ഗുരുവാ. ഓൾറെഡി വളഞ്ഞിരിക്കുകയായിരുന്നു. അല്ല, അഭിനയത്തിന്റെ ഗുരുവാണ് ഇവിടെ. എൻ്റെ അഭിനയത്തിന്റെ ഗുരുവാ. അതായത് ഞാൻ കാക്കാശ് ഗതികളെ ഇങ്ങനെ തണ്ണി കിടക്കുന്ന ഒരു കാലത്താണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു സ്കൂളിൽ പഠിപ്പിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു തിരക്കുകളില്ല, ഇവിടെ ജോലിയൊക്കെ ഉണ്ട്, കാശുണ്ട്, ഇവിടെ എന്തെങ്കിലും വളക്കാൻ നോക്കണമെന്ന് വിചാരിച്ചു. അതിനുള്ള അപ്പോൾ ഞാൻ പൊള്ളുമ്പം വരുന്നതിന് മുമ്പ് തന്നെ പ്രേമം അഭിനയിക്കാൻ തുടങ്ങി. അഭിനയിച്ച് പ്രണയിച്ചാന്ന് അതിപ്പോഴാ പറയുന്നത്. ചതിക്കപ്പെട്ടത് ഇപ്പോഴാണോ അറിയുന്നത്? അല്ല, പക്ഷേ ഇവിടെ റിയൽ പ്രേമാന്ന് ഇവിടെ വീണു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ അഭിനയം ഭരിക്കുന്നുണ്ട്. അപ്പോഴാണ് അറിഞ്ഞത് അവിടെ നേടുന്നുണ്ട്. ഇവിടെ വിശ്വസിച്ചില്ലേ? അപ്പോഴാണ് നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന നടനുണ്ടെന്ന് മനസ്സിലായത്. അതെ, അതെ. ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ ഞാൻ എന്റെ ഗുരുവായിട്ട് കാണുന്നത്. ഹാപ്പി വിഷു. Happy ആയില്ലേ? ഹാപ്പി ആയില്ലേ? മറുപടി ഒന്നും പറയാനില്ല. അതിന് മറുപടി പ്രണയം അഭിനയിച്ചായിരുന്നു. നല്ല പൈസയും ജോലി ഉള്ളതുകൊണ്ട്. അതൊന്നും എനിക്കറിയില്ലായിരുന്നു. അല്ല, എന്നാലും ചേച്ചിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? ഇവിടെ പൈസയായിരുന്നു. ഇവിടെ പൈസയായിരുന്നു. പറയാൻ പറ്റുമോ നമുക്ക്? ഒരാള് പറഞ്ഞില്ലേ? എനിക്കൊന്നും അറിയില്ല. സൗന്ദര്യം, സ്വഭാവം ഉഴപ്പി നടക്കുന്നല്ലേ എല്ലാരും പറയല്ലേ കോളേജിൽ നിന്ന്. പൊതുവെ ഉഴപ്പന്മാരോട് ഭയങ്കര പെൺകുട്ടികളുടെ ഒരു ഇഷ്ടമുണ്ടോ? ടീച്ചറായിരുന്നു നമുക്ക് എന്ത് കാരണം? എല്ലാ ഞാൻ ടീച്ചറൊന്നും അല്ലായിരുന്നു കോളേജിൽ പഠിക്കാൻ. ടീച്ചറാന്നല്ലേ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അല്ല, അമ്മ പറഞ്ഞ അമ്മ ട്യൂഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് പണ്ട് അച്ഛൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോ കണ്ടതാണ് അമ്മനോട് കഥ. അച്ഛൻ ട്യൂഷൻ പഠിപ്പിച്ചോണ്ട്. കോളേജിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അന്ന് അതാ അമ്മ പറഞ്ഞു. ഞാൻ കോളേജിൽ പോകുന്നു. അമ്മ കോളേജിൽ പോകുന്ന സമയം ആദ്യം കാണുന്നത് എങ്ങനെയാ? അപ്പൊ തന്നെ എനിക്ക് ജോലിയും കിട്ടി. അതാണ് പറഞ്ഞത്. അധികം വൈകാതെ. അല്ല, ഇത് ഞങ്ങൾ ചോദിച്ചാലും പറഞ്ഞില്ല എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്. ഇത് പറഞ്ഞ പൈസയും ഇതുകൊണ്ട് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത്? അതിപ്പോ എന്നാ പിന്നെ ഇവരോട് ചോദിക്കാം. ആ ചോദ്യം ഇവരോടല്ലേ ചോദിക്കേണ്ടത്. അമ്മ നൈസായി കിട്ടുന്നല്ലേ. പുതിയ തലമുറയിലൊക്കെ എല്ലാവർക്കും അറിയാം. കഷ്ടപ്പെട്ട് ഇപ്പൊ
ഫോൺ എല്ലാം ഉണ്ടല്ലോ അമ്മ. അത് മൊബൈലും ഇതൊന്നും ഇല്ലല്ലോ, കത്തുകളും. ഒന്നുമില്ല. പക്ഷെ അതെനിക്കറിയില്ല ഇപ്പൊ. അതിന് ഉത്തരം പറഞ്ഞു തരാം നിങ്ങളോട്. അമ്മയ്ക്ക് ബ്ലഷ് ഇടില്ല, ബ്ലഷ് അതിനെന്തായാലും കണ്ടു ഇഷ്ടപ്പെട്ട് കല്യാണം നടത്തി അല്ലേ? അതിനപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ ഏട്ടൻ ഫുൾ ടൈം ബിസി ആയിരുന്നല്ലോ. ആ. കൊടരുതമാവ് ആളറിയാം എന്നുള്ള സിനിമ കഴിഞ്ഞപ്പോൾ പിന്നെ മാസത്തിൽ ഓരോരോ തിരക്കഥയും സിനിമ അതിൽ അഭിനയിക്കുകയോ ചെയ്യായിരുന്നല്ലോ. അപ്പോൾ പൂക്കോടെ വീട്ടിൽ ഒരു മാസത്തിൽ 2 ദിവസമേ വരുള്ളൂ. വേറൊന്നുമല്ല, ഇതും വേണം, അഭിനയിക്കുകയും വേണം. അപ്പൊ അതല്ലേ ഇവര് അതൊന്നുമല്ല ചോദിച്ചത്, അതിനെന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്? അതിന്റെ മറുപടി പറയാം. അറിയില്ലാന്ന്. അറിയില്ലാന്ന് വെച്ചാ എങ്ങനെ അങ്ങനെ അറിയാതിരിക്കുക? എന്തൊക്കെ ഒരു ഉത്തരം പറ, ഒരു കാരണം. എന്റെ സൗന്ദര്യമാണ്. അതെ ഓരോന്ന് അതെ സൗന്ദര്യമാണ്. അതെ. ഈ സൗന്ദര്യമോ? അന്ന് വേറെ സൗന്ദര്യം. അങ്ങനല്ലല്ലോ, വേറെ സൗന്ദര്യമാണ്. അവിടെ കാണാൻ കൊള്ളാവുന്ന ആരും ഇല്ലായിരുന്നു. നാട്ടിൽ കിട്ടി. അല്ല, നേരത്തെ ഇപ്പൊ പറഞ്ഞു വെച്ചപ്പം ഇടയ്ക്ക് അവർക്ക് വേണ്ട ബന്ധുക്കളുടെ കൂട്ടത്തിൽ രാമേന്ദ്രൻ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. കറക്റ്റാ കഥ. കല്യാണം കഴിക്കാൻ പറഞ്ഞതാ. ആ രാമേന്ദ്രൻ ഇവിടെ കല്യാണം കഴിക്കാൻ ഇങ്ങനെ പോയതാ. അവിടെ റഷ്യ അവന്റെ അവിടുന്ന് രജിസ്റ്റർ മാരേജ് അപ്പോഴേക്കും. അപ്പോഴാണ് അച്ഛനമ്മ രജിസ്റ്റർ അല്ലെങ്കിൽ ഇങ്ങോട്ട് പോയാനല്ലേ? ഇല്ല അതെ പോയ ഇവിടെ ഇല്ലാതെ ഇവിടെ പോയാനല്ലോ. അത് അവള് ഇങ്ങനെ രാമേന്ദ്രൻ വേണോ നമ്മളോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. രാമേന്ദ്രേട്ടൻ ദുബായില. ഇപ്പോഴും കോണ്ടാക്ട് ഒക്കെ ഉണ്ടോ? ദുബായിലായിരുന്നു. രാമേന്ദ്രേട്ടൻ മരിച്ചുപോയി. മരിക്കുന്നവരെ കോണ്ടാക്ട് ദുബായിലായിരുന്നു, എഞ്ചിനീയർ ആയിരുന്നു. അതാണ് വാട്സാപ്പ് ഒക്കെ വേണമെന്ന് പറഞ്ഞല്ലേ? അക്കാലത്ത് എന്ത് വാട്സപ്പ്? അക്കാലം ഇപ്പൊ അടുത്ത കാലത്ത് മരിച്ചുപോയില്ലേ? മരിച്ചുപോയി വാട്സപ്പാ. തിരിച്ചു കിട്ടി. ഇല്ല, ഇടക്കാലത്ത് തന്നെ വാട്സാപ്പ് പഠിപ്പിച്ചു തരണം, ഫോണ് വേണമെന്നൊക്കെ പറഞ്ഞല്ലോ. പുള്ളിയുടെ അവസാന കാലത്ത് അയ്യോ, കാലം കുറേയായി മരിച്ചു. അതല്ലേ? ചെറിയ ഇഷ്ടം ഉണ്ടായിരുന്നു. ഇഷ്ടമെങ്കിൽ കാണണ്ടേ? ഇഷ്ടം ഉണ്ടാവേ. കാണാൻ രാമേന്ദ്രേട്ടൻ ദുബായിലല്ലേ, ഒരു ദിവസം നമ്മളെ വീട്ടിൽ വന്നിന്. അത്ര തന്നെ, അത്രേ ഉള്ളൂ. വേഗം പോയി. ഉടനെ ഇങ്ങനെ സംസാരിക്കുന്ന മുൻകാലത്തൊന്നും അറിയാവുന്നതുകൊണ്ട് അപ്പൊ തന്നെ ഉള്ളവർ വേഗം പോയിക്കോളും. അങ്ങനെ ഇരുന്നിട്ട് ചായ കുടിക്കാൻ പോലും സമ്മതിക്കില്ല. പിന്നീട് ശ്രീചേട്ടൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വീട്ടുകാരോട് പോയി പറയണോ? ഇത് ചേച്ചിയുടെ വീട്ടുകാരോട് പോയി പറഞ്ഞോ? അല്ലല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വീട്ടുകാരായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. ഇവൾക്ക് കത്തയച്ചു. തിരുവനന്തപുരത്ത് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഒരു ജനുവരി 12 വഴിയുള്ള ദിവസം ഞാനവിടെ തലേദിവസം വരും. 12 കല്യാണം റേഷൻ ഓഫീസിൽ. എന്നിട്ട് ഞാൻ പറഞ്ഞു പഴയ കത്തയക്ക് പറ്റിയത്. കത്തയച്ചാ? അപ്പോൾ റേഷൻ ഓഫീസിൽ നമ്മൾ സുഹൃത്തുക്കൾ കൊണ്ട് അന്വേഷിച്ചപ്പോൾ 12-ാം തീയതി അവിടെ ഒരുപാട് സ്വത്ത് രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ 13 ആക്കാൻ പറ്റുമെന്ന് വെച്ചു. അങ്ങനെ 13 ആക്കിയത്. അങ്ങനെ ജനുവരി 15 രജിസ്ട്രേഷൻ. അത് ഈ കാരണം കൊണ്ടാണ്. ഈ കാരണം കൊണ്ടാണ്. ഈ കത്തെഴുതിയാണോ അറിയിച്ചത്? അന്ന് കത്തല്ലേ ഉള്ളൂ, ഫോണില്ല. കത്തെഴുതി ഈ സമയത്ത് വന്നോന്ന് പറഞ്ഞു. 13-ാം തീയതി കല്യാണം. ഒറ്റ ഇറക്കമാണ് ഇറങ്ങി. ഒറ്റ പോക്കങ്ങ് പോയി. പിന്നെ ഒന്നും നോക്കിയില്ല. ഇനി ഇപ്പത്തെ ജനറേഷന്റെ പറ നമ്മൾ കാലം 40 വർഷം ഇതിലേക്ക് നിങ്ങളെ പിടിക്കണോ? ടോപ്പിക്
അതിനെ അത് ചോദിക്കണില്ല, അപ്പൊ പ്രശ്നമില്ലല്ലോ. ഞാൻ കൂടെ വേണമെങ്കിൽ എന്തെങ്കിലും ചോദിച്ചോ? അല്ല, ഒരു കുടുംബത്തിൽ എല്ലാവരും ലവ് മാരേജ് ആയ കല്യാണം കഴിച്ച നമ്മുടെ ഫാമിലി അങ്ങനെ അച്ഛൻ മുതൽ അച്ഛൻ മുതൽ മക്കളെ രണ്ടുപേരും.